എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ വീണ്ടും സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൌസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. നിരാഹാര സമരമിരുന്ന വൈദികരെ പോലീസ് നീക്കിയതിനു പിന്നാലെയാണ് സംഘർഷം. വിവരങ്ങളുമായി അർച്ചന വിനോദ് കൂടി ചേരുന്നുണ്ട്. അർച്ചന, ഈ സംഘർഷത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണോ വിമത വിഭാഗം? തീർച്ചയായും വർഷ, ഇപ്പോൾ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. 21 വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ അവർ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് രാവിലെ 21 വൈദികരെയാണ് ഇത്തരത്തിൽ ബിഷപ്പ് ഹൗസിൽ നിന്നും മാറ്റി നിർത്തിയത്. അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് കടന്ന് ഇത്തരത്തിൽ സമരം നടത്താൻ അനുവദിക്കണം. ഈ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ അത്തരത്തിൽ സമരം നടത്താൻ, ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം നടത്താൻ അനുവദിക്കില്ല എന്ന കർശന നിലപാട് തന്നെയാണ് നേരത്തെ തന്നെ എടുത്തത്. അതുതന്നെയാണ് ഇന്ന് യോഗത്തിലും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് അവർ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 21 വൈദികരും അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കൃത്യമായി ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. കാരണം നാളെ ഇത്തരത്തിൽ കുർബാന അടക്കം 21 വൈദികർ എന്ന് പറയുമ്പോൾ വിവിധ പള്ളികളിലെ പിതാക്കന്മാരാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് കൈവരിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇപ്പോൾ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ബിഷപ്പ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ നാടകീയ സംഭവങ്ങളാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങളാണ് രാവിലെ മുതൽ അരങ്ങേറുന്നത്. വാക്കുതർക്കമുണ്ടാകുന്നു, സംഘർഷത്തിലേക്ക് പോകുന്നു, പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ 21 വൈദികരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇവർ തന്നെ, അതായത് പ്രതിഷേധക്കാർ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. അതിനുശേഷം അതുവരെ ഈ പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടികൾ എന്തെന്നുള്ള കാര്യം ആലോചിക്കുക എന്നാണ് നേരത്തെ പ്രതിഷേധക്കാർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ തുടർന്ന് പ്രതിഷേധമാണ്. 5:30 കൂടിയാണ് 21 വൈദികരെ ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ ഇത്തരത്തിൽ സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവരെ മാറ്റി നിർത്തിയത്. അതിനെ തുടർന്ന് ഇവരെ ബലമായി പ്രയോഗിച്ചാണ് മാറ്റിയതെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത്. ഈ 21 വൈദികരാണ് ഇപ്പോൾ അറസ്റ്റ് വരിക്കാൻ പോകുന്നത്. ഇവർ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യമാണ്. ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള സമവായത്തിലും തയ്യാറായില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. അതായത് പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ ഇത്തരത്തിൽ സമരം നടത്താൻ കഴിയില്ല എന്നാണ് പ്രധാനമായും ഈ പോലീസും അതുപോലെ ADM-ഉം DCP-യും എല്ലാം വ്യക്തമാക്കിയത്. എന്നാൽ അത്തരം തങ്ങൾക്ക് ഇതിനുള്ളിൽ സമരം ചെയ്യണം, അല്ലെങ്കിൽ തങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം. ഇതിനെ തുടർന്നാണ് അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് ഈ 21 വൈദികരുമെന്ന് ഇവർ ഉന്നയിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഇവരെ അറസ്റ്റ് വരിക്കാൻ പോവുകയാണ്. അറസ്റ്റിന് ശേഷമുള്ള നടപടിക്ക് ശേഷമായിരിക്കും തങ്ങളുടെ അടുത്ത തീരുമാനം എന്തെന്ന് ഇവർ വ്യക്തമാക്കുക. നാളെ ഇത് സംബന്ധിച്ച് യോഗം ചേരാനുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇവർ യോഗം ചേരാനുണ്ട്. അതിൽ എന്തായിരിക്കും കാര്യങ്ങളെന്ന് ഇവർ വിശദീകരിക്കും. നിലവിൽ പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരുകയാണ്. അൽമായ മുന്നേറ്റവും മറ്റ് വിശ്വാസികളും എല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതെല്ലാം വലിയ നാടകീയ സംഭവങ്ങളാണ്. എല്ലാ രീതിയിലും ഇവർ സമവായത്തിലേക്ക് കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിലും അപ്പോഴൊന്നും ഇവർ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാനാണ് ഈ പ്രതിഷേധക്കാർ ശ്രമിച്ചത്. ഗേറ്റെല്ലാം പൂർണ്ണമായും തകർത്ത സാഹചര്യം, ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ച സാഹചര്യം. അങ്ങനെ രാവിലെ മുതൽ അരങ്ങേറുന്ന സംഘർഷാവസ്ഥയാണ്. ഇപ്പോഴും അതിനൊരു പരിഹാരമായില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചർച്ചയിൽ ഇത്തരത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സമവായത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ച പൂർണ്ണമായും പരാജയമാണ്. അതിനുശേഷം ഇവർ അറസ്റ്റ് വരിക്കാൻ പോവുകയാണ്. വിശ്വാസ സമൂഹമെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ്. ഇനി എത്തരത്തിലാണ് ഇവർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നാണ് കണ്ടറിയേണ്ടത്. അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് സംഘം ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിരിക്കുന്നുണ്ട്. നിരവധി പോലീസുകാർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 5:30 ആണ് പ്രതിഷേധക്കാർ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തിയത്. തുടർന്ന് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. DCP അടക്കം ഇവരെ അന്വയിപ്പിക്കാൻ നോക്കുന്നു. ഇവരുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. അപ്പോഴൊന്നും ഇവർ യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറായില്ല. പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന കടുത്ത നിലപാടെടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധം അടങ്ങിയിട്ടില്ല. അവർ തൽക്കാലം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു സമാധാനമായി ഇരിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞതിനെ തുടർന്ന് അവരൊന്ന് മാറി നിന്നിട്ടുണ്ട്. എന്നെങ്കിൽ പോലും പ്രതിഷേധം പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല.
കഴിയില്ല. ഇവരുടെ അറസ്റ്റിന് ശേഷം എന്താണ് തുടർ നടപടികൾ എന്ന് വ്യക്തമാക്കൂ എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ 21 വൈദികരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അവർ തന്നെ ഉന്നയിച്ച ആവശ്യം കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കാരണം 21 പള്ളികളിലെല്ലാം തന്നെ കുർബാന അടക്കം ചടങ്ങുകളടക്കം നടക്കാനുണ്ട്. പല ഈ ചടങ്ങുകളെല്ലാം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം വരും. അത്തരത്തിൽ പള്ളിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോവുകയാണ്. എന്തായാലും പ്രതിഷേധക്കാർ ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം നടത്തണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇല്ലെങ്കിൽ തങ്ങളെ അറസ്റ്റ് ചെയ്യൂ, ഇതാണ് അവർ പ്രധാനമായും ഉന്നയിച്ച കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ADM അതുപോലെ DCPയും പറഞ്ഞത് എങ്കിൽ നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 21 വൈദികരും അറസ്റ്റ് വരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഏത് സമയവും ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പരിസരങ്ങളിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. ഏത് സമയത്തും ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ളൊരു സാധ്യത കൂടി എന്തായാലും കണക്കിലെടുക്കുന്നുണ്ട്. കാരണം രാവിലെ 5:30 അത്തരത്തിൽ ഒരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് ഈ ബസിലിക്ക ഇടം മാറിയത്. പിന്നീട് റോഡ് സ്തംഭിക്കുന്നു, പോലീസുകാരുമായി വാക്ക് തർക്കമുണ്ടാകുന്നു, പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോകുന്നു, ഗേറ്റ് തകർക്കുന്നു, ബിഷപ്പ് ഹൗസിനുള്ളിൽ ഗേറ്റ് തകർത്ത് കയറുപയോഗിച്ച് ഗേറ്റ് തകർത്ത് ഈ വിശ്വാസികളെയും അതുപോലെ വൈദികരെയും അകത്തേക്ക് കടത്തിവിടുന്നു. അങ്ങനെ സംഭവബഹുലമായ മണിക്കൂറുകളാണ് കടന്നുപോയത്, നാടകീയ രംഗങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ ഈ 21 വൈദികരും അറസ്റ്റ് വരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ബിഷപ്പ് ഹൗസിന് മുന്നിൽ പോലീസ് ഒരുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ നിരാഹാര സമരം നടക്കുമ്പോൾ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ചുകൂടിയാണ് ഈ 21 വൈദികരെ ഇവിടെ നിന്നും നീക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നീക്കുകയും അത് ബലമായി പ്രയോഗിച്ചുമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയത്. എന്തായാലും ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല, കാലങ്ങളായി ഉണ്ടായ പ്രശ്നമാണ്. അതേ സമാനമായ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ 21 വൈദികരെയും അറസ്റ്റ് വരിക്കാൻ പോവുകയാണ്. അവർ പോലും എന്നാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി മുന്നിൽ നിൽക്കുകയാണ്. നിലവിൽ ഈ 21 വൈദികരെ അറസ്റ്റ് വരിച്ചതിന് ശേഷം അടുത്ത നടപടികൾ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ നാളെ ഇത്തരത്തിൽ ഒരു യോഗം കൂടി ചേരുന്നുണ്ട്. അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ എന്താണ് ഇവരുടെ നിലപാട് എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുകയാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമവായത്തിന് തയ്യാറാണോ എന്ന കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യൂ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 21 വൈദികരെ അറസ്റ്റ് വരിക്കുന്നതാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധക്കാർ ഇവിടെ തന്നെയുണ്ട്. 21 വൈദികരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്.